ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നുള്ള ഹീറോണ്ടയുടെ CD ഡീലക്സ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞത് ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, പിന്നെ എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ലീക്ക് ഉണ്ട്, എഞ്ചിൻ ഓയിൽ ലീക്ക്. ക്ലച്ച് വിടുന്ന സമയത്ത് വണ്ടി ഓഫായി പോകണ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ലോ സ്പീഡ് ചെക്കപ്പ്, ഇടയ്ക്ക് സ്ലോ സ്പീഡിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സ്ലോ സ്പീഡിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. ക്ലച്ചിന് വേറെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ കിക്കർ അടിക്കുന്ന സമയത്ത് സ്ലിപ്പായി പോകണ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നിലവിൽ ക്ലച്ച് ഡിസ്കിൻ്റെയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ജനറൽ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പുതിയ ലൈൻഡറാണ്, കമ്പനി ലൈൻഡറല്ല, പക്ഷേ എന്നാൽ പോലും പുതിയ ലൈൻഡറാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇത് ബ്രേക്കിൻ്റെ ക്യാം ഒരു വില്ലിങ്ങൊക്കെ തിരിച്ചിട്ടാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഹബിന് തേമാനം ഉള്ളത് കൊണ്ടാണ് ആ ക്യാം തിരിച്ചിട്ടാണ് കേട്ടോ. അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ചെയ്യാനാണ് പറ്റുള്ളൂ. ഈ ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യാം. അതേപോലെ തന്നെ റിമ്മിൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശമാണ്, ഇവിടെ തുരുമ്പിട്ട് ഓട്ടയായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലത്തെയും 2 റിമ്മും കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഈ കുറ്റിയുടെ ഇവിടെ തുരുമ്പുണ്ട്, ഈ സൈഡ് തുരുമ്പുണ്ട്. പിന്നെ സ്പോക്കറ്റിൻ്റെ ബെയറിങ്, ഈ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഈ തന്നെ ബെയറിങ് ഇവിടെ ബെയറിങ് പോയി കിടക്കുകയാണ്. അപ്പോൾ ആ ബെയറിങ് ഒന്ന് മാറ്റിയിടണം, അതല്ലെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലൈൻറ്റിലേക്ക് പോകും. പിന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്, അത് മാറ്റിയിട്ടാൽ നല്ലതാണ്. പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്, പുതിയ ഫിൽറ്ററാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചിൻ്റെ ലീക്ക് വന്ന ബോൾട്ടിൻ്റെ അവിടുത്തെ വാഷ് ചതഞ്ഞ് പോയേക്കണതാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ആ വാഷ് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് റിമ്മിൻ്റെ കേസ് ഞാൻ പറഞ്ഞത് ഇതേപോലെ മൊത്തം തുരുമ്പൊട്ടൊക്കെ ഓട്ടയാണ്, എപ്പോൾ വേണമെങ്കിലും പഞ്ചറിൻ്റെ കേസൊക്കെ പ്രതീക്ഷിക്കാം. ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റിങ് മാക്സിമത്തിൽ നിൽക്കണേ. ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ അഴിച്ച് മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കാരണം അതിൻ്റെ ഉപയോഗം മാക്സിമത്തിലായിട്ടുണ്ട്. ഇനി കിടന്ന് ഓടുന്തോറും അത് ഫ്രണ്ട് ബ്രേക്ക് കയറി ജാമാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് കിക്കർ അടിക്കുമ്പോൾ സ്ലിപ്പിംഗ് ഒക്കെ കാണിക്കണം, അതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം, കാരണം അതിപ്പോൾ നമുക്ക് ജനറൽ സർവീസായിട്ട് പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും വന്യ വർക്കല്ല, നമുക്ക് അഡീഷണലായിട്ട് വന്ന കേസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ക്ലച്ച് ഡിസ്കിൻ്റെ വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ അഡീഷണലായിട്ട് പറയാം. പിന്നെ സൈലൻസറിൻ്റെ ഇവിടെ വന്ന മൗത്ത് ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ ഒരു പതറിയ സൗണ്ടാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്യാസ് വെൽഡിങ് കൊടുത്തിട്ട് നമുക്ക് വെൽഡ് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്, വണ്ടി ആക്സിലേറ്റർ കൈ കുറയ്ക്കുന്ന സമയത്ത് ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ്. അങ്ങനത്തെ 1-2 പ്രോബ്ലംസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നിലവിൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ കാർബറേറ്റർ അഴിച്ചപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കണം. പഴക്കമുള്ള വണ്ടിക്കൊക്കെ ആണെങ്കിൽ പോലും കാർബറേറ്റർ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണുക, കാരണം ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ പ്രശ്നമൊക്കെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഒരു പക്ഷേ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓവർഫ്ലോ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. അത് നിലവിൽ 90% വന്നൊന്നല്ല നമ്മൾ പറയണേ, പക്ഷേ ബൈ ചാൻസ് അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. ഇപ്പോഴത്തെ സ്റ്റേജിൽ ഓവർഫ്ലോ നിലവിലില്ല. നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റുന്ന സമയത്ത് ഓവർഫ്ലോൻ്റെ പ്രശ്നം വരാം. അത് നമ്മൾ ക്ലീൻ ചെയ്യണതിൻ്റെ പ്രശ്നമല്ല, ഓൾറെഡി ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കാർബറേറ്റർ ദ്രവിച്ചൊരവസ്ഥയിലായിരിക്കും അതിൻ്റെ ഉള്ളിലിരിക്കുക. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഭാഗം പൊളിഞ്ഞു പോവുകയും സീറ്റിങ് നഷ്ടപ്പെടുകയും ആ വഴിക്ക് ഓവർഫ്ലോ വരാനുള്ള സാധ്യത നിലവിലുണ്ട്. അത് അറിഞ്ഞിരിക്കുക, എന്നിട്ട് നമുക്ക് അതിനൊരു പെർമിഷൻ തരാം. കാരണം നിങ്ങൾ പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മളത് അഴിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കാർബറേറ്ററിൻ്റെ കേസ് കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റേണ്ടി വന്ന ഏകദേശം ഒരു 3000 താഴെ നമുക്ക് അതിന് വില വേണം. 2600 അങ്ങനത്തെ റേറ്റ് ഉണ്ട് ഈ ഐറ്റത്തിന് കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം നമ്മളോട് പറയാനായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ വരുമ്പോൾ കുഴപ്പമുണ്ടായില്ല, ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായില്ല, ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഓവർഫ്ലോ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. അത് ഇപ്പോഴത്തെ വണ്ടികൾക്ക് വന്ന കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം നമ്മളോട് അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ പറയാനായിട്ട്, കാരണം എന്നാലാണ് ആ മിസ്സിങ്ങിൻ്റെ കേസൊക്കെ റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ നിലവിൽ ബാക്കിയത്തെ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒന്നും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിൽ നിന്ന് വരാണെങ്കിൽ സ്പോക്കറ്റ് ബെയറിങ്, അതിൻ്റെ ഈ വീലിൻ്റെ റബ്ബർ, അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഓയിൽ വാഷ് കാര്യങ്ങൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ, സൈലൻസർ വെൽഡിങ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ കൃത്യമായിട്ട് കാണാം. കണ്ടതിന് ശേഷം നമുക്കൊരു പെർമിഷൻ തരാം, കാർബറേറ്റർ ക്ലീനിങ് ചെയ്യണോ ഇനി അതല്ലെങ്കിൽ ക്ലച്ച് ഡിസ്ക് മാറണോ എന്നുള്ള കേസ്. അപ്പോൾ അതനുസരിച്ച് പറയുകയാണെങ്കിൽ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. അതിന് ശേഷം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.